ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് S-400, L-17, ZSU-23 ഷിൽക്ക എന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് S-400 എന്ന് പറയുന്നത്. നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങിയത്. LOP അൽമാസിന്റെ നമ്മൾ വാങ്ങിച്ചത് 1990 കൂടിയാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഏകദേശം 2005 to 2006 അവരിത് കമ്മീഷൻ ചെയ്തത്. ഇന്ത്യ ഏകദേശം ഒരു 2016-17 കൂടിയാണ് നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ട് കരാർ റഷ്യയുമായിട്ട് ആയത്. ഏകദേശം 35,000 to 40,000 കോടിയിലാണ് നമ്മൾ ഇതായിട്ട് കരാർ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്തിനാണ് ഇത്രയും വലിയ അത് ഇവരുടെ ദാരിദ്ര്യത്തിനല്ലേ മാറ്റാനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ ഈ പ്രതിരോധ സംവിധാനം ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഈ ഇന്ത്യ പാക് യുദ്ധ സാഹചര്യത്തിൽ ഭയങ്കര പ്രസക്തമാണ്. എത്രത്തോളം ഡ്രോണുകളും മിസൈലുകളും നമ്മൾ ആകാശത്ത് വെച്ച് തന്നെ ഈ S-400 വെച്ച് തകർത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു ശേഷി എന്ന് പറയുന്നത് എത്ര ദൂരത്തു നിന്ന് ഏകദേശം 1000 കിലോമീറ്റർ ദൂരത്ത് തന്നെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാം. മിസൈൽ ആണെങ്കിലും അവിടുത്തെ യുദ്ധവിമാനങ്ങൾ ഡ്രോൺ ആണെങ്കിലും ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അതേപോലെ തന്നെ 400 കിലോമീറ്റർ വെച്ചിട്ട് തന്നെ നമുക്ക് തകർക്കാൻ പറ്റും. മണിക്കൂറിൽ എത്രയും 4.8 കിലോമീറ്റർ പെർ വേഗതയിലാണ് ഇതിന്റെ സഞ്ചാരം എന്ന് പറയുന്നത്. എത്ര ദൂരത്തുള്ളത് നമുക്ക് ഏത് പൊസിഷനിലും ആണെങ്കിലും 90 ഡിഗ്രിയിലാണെങ്കിലും 180 ഡിഗ്രിയിലാണെങ്കിലും എത്ര ദൂരം വെച്ചിട്ട് നമുക്ക് ഇത് തകർക്കാനുള്ളതുണ്ടാവും. ഇന്ത്യൻ സേന ഇതിനെ സുദർശന ചക്ര എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ സാഹചര്യത്തിൽ നമ്മുടെ ഈ ആന്റി ഡിഫൻസ് സിസ്റ്റം ആയിട്ടുള്ള സുദർശന ചക്ര പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ രാജ്യത്തോടൊപ്പം ഇന്ത്യൻ സൈന്യത്തോടൊപ്പം ഒരുമിച്ച് നിൽക്കാം. ജയ് ഹിന്ദ്.